അവളുടെ മുറിയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ആന്റി ട്രൈ ചെയ്തപ്പോഴത്തേനും ഓരോ എക്സ്ക്യൂസസ് അവൻ പറയുന്നത് കേട്ടിട്ട് ആന്റിക്ക് ഡൗട്ട് വന്ന് റൂമിലേക്ക് ചെന്ന് നോക്കുന്നു. അവള് കിടക്കുന്നത് കണ്ടിട്ട് ആന്റി എന്താണ് സംഭവിച്ചതെന്ന് അവനോട് ചോദിക്കുന്നു. ഞങ്ങൾ തന്നെ ആന്റിയോട് ഈ കാര്യം സംസാരിക്കണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അവൻ ഷിഫ്രനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. പക്ഷെ അവളെ ഏക്കാത്തത് കൊണ്ട് അവൻ ഭയന്ന് പോയി ആന്റിനെ വിളിക്കുന്നു. അന്നേരം അവിടെ വന്ന ആന്റി ഇവളെ ഇങ്ങനെ വിളിച്ച അവൾ എണീക്കൂലെന്നും പറഞ്ഞിട്ട് ഒരു ചാർജറിന്റെ വയർ എടുത്ത് അവളുടെ കയ്യിൽ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അവളുടെ ചാർജ് മുഴുവനും ഡ്രെയിൻ ഔട്ട് ആയി എന്ന് ഹീറോയോട് പറയുന്നു. ഹീറോയ്ക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ആന്റി അവളുടെ ഫ്രണ്ട്സിനൊക്കെ കോൾ ചെയ്ത് ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്ത പ്രോജക്ട് സക്സസ് ആയി എന്ന് പറയുന്നത് ഇവൻ കേൾക്കുന്നു. അത് കേട്ട ഹീറോ നിങ്ങളൊരു പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ പ്രോജക്ട് ഷിഫ്രയാണോ എന്ന് ചോദിക്കുന്നു. അതിന് ആന്റി അതേന്ന് പറയുന്നു. ഹീറോ ആന്റിയോട് ഇത് ആദ്യം തന്നെ എന്നോട് പറയത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു. ആന്റി അതിന് ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ അവളെ ഒരു റോബോട്ട് ആയിട്ടല്ലേ കാണുള്ളായിരുന്നു, പക്ഷെ നീ അവളെ ഒരു ഹ്യൂമൻ ആയിട്ട് അംഗീകരിച്ച് അവളുടെ കൂടെ റിലേഷൻഷിപ്പിൽ ഇരുന്നു. ഇത് തന്നെ എന്റെ പ്രോജക്റ്റിന്റെ വലിയ സക്സസ് അല്ലേ എന്ന് പറയുന്നു. അതിനവൻ ആന്റി എന്റെ ഫീലിങ്സിനോടാണല്ലോ കളിച്ചിരിക്കുന്നത്, ഇത് എന്നോട് ചെയ്ത് ചതിയല്ലേ എന്ന് പറയുന്നു. ആന്റി അതിന് 2 ദിവസമല്ലേ ആയുള്ളൂ, വലിയ ഫീലിങ്സ് എല്ലാം ഇതിന് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. എന്നിട്ട് ആന്റി ഷിഫ്ര ഉണ്ടാക്കിയ ഫുഡൊക്കെ അവൻ എടുത്തു കൊടുത്ത് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറയുന്നു. ഷിഫ്രയെ കൊണ്ട് ഹ്യൂമൻസിനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും, ഫുഡ് പോലും അവളെ കൊണ്ട് കഴിക്കാൻ പറ്റും, ഇവളെ കാണുന്ന ആർക്കും ഇവളൊരു റോബോ ആണെന്നുള്ള ഡൗട്ട് വരത്തില്ലെന്ന് പറയുന്നു. നെക്സ്റ്റ് ഡേ തന്നെ ഹീറോ ഇന്ത്യയിലേക്ക് പോകാൻ റെഡിയാകുന്നു. നീ വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, എന്തിനാ ഇത്ര പെട്ടെന്ന് ഇന്ത്യയിലേക്ക് പോകുന്നത് എന്ന് ആന്റി ചോദിക്കുന്നു. ഷിഫ്ര ഒരു ഹ്യൂമൻ അല്ല റോബോട്ടാന്ന് അറിഞ്ഞതിന് ശേഷം എന്നെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നാൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളല്ലേ, അതുകൊണ്ട് ഞാൻ പോകുവാണ് എന്നും പറഞ്ഞിട്ട് അവൻ ഇന്ത്യയിലേക്ക് തിരിച്ചു പോരുന്നു. ഹീറോയുടെ അമ്മ ഹീറോയോട് കുറെ ഫോട്ടോസ് ഒക്കെ കാണിച്ച് ഏത് പെണ്ണിനെയാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നു. പക്ഷെ ഹീറോ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ സെലക്ട് ചെയ്തോളാൻ പറയുന്നു. അങ്ങനെ ഹീറോയുടെ എൻഗേജ്മെന്റും ഫിക്സ് ആകുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ആന്റി കോൾ ചെയ്ത് നീ ഇത്ര പെട്ടെന്ന് ഷിഫ്രനെ മറന്നിട്ട് മൂവ് ഓൺ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു, നീ എടുത്ത തീരുമാനം നല്ല തീരുമാനമാണ്, കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയുന്നു. ഷിഫ്രയുടെ കൂടെ നിന്നെ വെച്ച് കുറച്ചുകൂടി ടെസ്റ്റിംഗ് പ്രോസസ് കണ്ടക്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നീ അതിനുള്ളിൽ ഇന്ത്യയിലേക്ക് പോയത് കൊണ്ട് ഞാൻ ഇനി വേറെ ആരെങ്കിലും കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് ഷിഫ്രയുടെ കയ്യിൽ ഫോൺ കൊടുത്ത് അവനെ വിഷ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഷിഫ്രയും അവനും സംസാരിക്കുന്നു. ഷിഫ്രനെ മറക്കാൻ കഴിയാത്ത ഹീറോ ആ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയി എൻഗേജ്മെന്റ് എങ്ങനെയും സ്റ്റോപ്പ് ചെയ്യണമെന്നോർത്ത് രാത്രിയിൽ ആ വീട് വിട്ട് പുറത്തോട്ട് പോകുന്നു. എന്നിട്ട് അവൻ ആന്റിക്ക് കോൾ ചെയ്ത് ആന്റി അവളെ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് അയക്കാമോ, ഞാൻ കുറച്ച് ടെസ്റ്റിംഗ് ഒക്കെ അവളെ വെച്ച് കണ്ടക്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. അത് കേട്ട ആന്റി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഷിഫ്രനെ പാക്ക് ചെയ്ത് ഇന്ത്യയിലേക്ക് അയക്കുന്നു. മാനുവൽ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഷിഫ്രനെ അവൻ ഓൺ ചെയ്യുന്നു. ഷിഫ്ര എണീറ്റ് ഹായ് പറഞ്ഞപ്പോഴത്തേനും അവന് വളരെ സന്തോഷമാകുന്നു. എന്നിട്ട് അവന്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അവളുടെ ശരീരത്തേക്ക് അവൻ പകർത്തി കൊടുക്കുന്നു. ഹീറോയുടെ അമ്മ ഹീറോയ്ക്ക് കോൾ ചെയ്യുന്നു. ഈ വർഷമെങ്കിലും നീ കല്യാണത്തിന് സമ്മതിക്കണം എന്ന് പറയുന്നു. അതിനെന്താ, പെണ്ണിനെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഷിഫ്രനെ കാണിക്കുന്നു. ഷിഫ്രനെ കണ്ട അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നു. എന്നിട്ട് ഫാമിലി മെമ്പേഴ്സിനെ ഷിഫ്രനെ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. ഷിഫ്ര എന്ന റോബോനെ കണ്ട ഫാമിലി മെമ്പേഴ്സിന് ഷിഫ്രനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ഷിഫ്രയോട് അവളുടെ പേരൻസിന്റെ കാര്യം ചോദിച്ചപ്പോഴത്തേനും ഹീറോ ചാടി അവക്ക് ആരുമില്ല എന്ന് പറയുന്നു. അന്നേരത്തേനും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ നിനക്ക് ആരുമില്ലെന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട, എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഷിഫ്രനെ കണ്ട ഹീറോയുടെ ചേച്ചി നിന്നെ കാണാൻ നല്ല ചന്തമുണ്ട്, ഈ ഡൽഹി മുഴുവനും തീ പിടിക്കുന്നത് പോലത്തെ സൗന്ദര്യമാണ് നിനക്കുള്ളത് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് എന്താ ഡൽഹിനെ കത്തിക്കണോ എന്ന് ചോദിക്കുന്നു. അന്നേരത്തിന് ഹീറോ അങ്ങോട്ട് ഓടി വന്നിട്ട് കത്തിക്കണമെന്നല്ല പറഞ്ഞ് അവര് വെറുതെ ജോക്കാണ് പറഞ്ഞതെന്ന് പറയുന്നു. ഓ ഇത് ജോക്കായിരുന്നോ എന്ന് അവള് ചോദിക്കുന്നു. ഇവര് രണ്ടുപേരെ എൻഗേജ്മെന്റ് ഹാപ്പി ആയിട്ട് കഴിയുന്നു. ഫാമിലി മെമ്പേഴ്സ് എല്ലാരും ഒന്നിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹീറോയ്ക്ക് ഒരു കോള് വരുന്നു. അതുകൊണ്ട് ഹീറോ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അന്നേരം ഫാമിലി മെമ്പേഴ്സ് അവൾക്ക് ഓരോ ഫുഡ് വായിൽ വെച്ച് കൊടുക്കുന്നു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും പെട്ടെന്ന് അവള് ബോധം കെട്ട് വീഴുന്നു. അവളെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും ട്രൈ ചെയ്യുന്നു. ഹീറോയുടെ അമ്മാവൻ ഒരു ഡോക്ടറാണ്. ആ മനുഷ്യൻ പൾസ് പിടിച്ചു നോക്കിയിട്ട് അവള് മരിച്ചെന്ന് പറയുന്നു. അന്നേരത്തിന് ഹീറോ അവിടെ വന്നിട്ട് അവളെ എടുത്തോണ്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവൾക്ക് ചാർജ് കൊടുക്കുന്നു. ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഹീറോയുടെ പുറകെ ഓടിയെത്തുന്നു. എന്ത് പറ്റി അവക്കെന്ന് ചോദിക്കുന്നു. അവള് മരിച്ചു പോയെന്ന് ചോദിക്കുന്നു. അതിന് ഹീറോ ഇല്ല അവക്കൊന്നും പറ്റിയില്ല, ഇത് ഗേൾസിന്റെ ഒക്കെ പ്രോബ്ലംസ് ആണെന്ന് പറയുന്നു. അത് കേട്ടിട്ട് അമ്മ നീയൊക്കെ എന്തിനാടാ ഒരു ഡോക്ടറാന്ന് പറഞ്ഞിരിക്കുന്നത്, ഗേൾസിന്റെ പ്രോബ്ലംസ് ഒന്നും നിനക്ക് മനസ്സിലാക്കാൻ കഴിയൂലേ എന്ന് ചോദിക്കുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഷിഫ്ര ചാർജ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അന്നേരം പെട്ടെന്ന് ഹീറോയുടെ ബ്രദർ അവിടെ വന്നിട്ട് നീ എന്താ റോബോയാണോ എങ്ങനെ ഇരുന്ന് ചാർജ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിന് അവള് അത് ഞാനൊരു റോബോട്ടാണെന്ന് പറയുന്നു. എന്നിട്ട് അവളെ തൊട്ട് നോക്കാൻ വേണ്ടി
വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചപ്പോഴത്തേനും ഹീറോ അവിടെ വന്ന് അവന് ദേഷ്യം വന്നിട്ട് ഇവനിട്ട് നല്ല അടി വെച്ചു കൊടുക്കുന്നു. അന്നേരം ബ്രദർ, നീ ഇനി എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലുള്ള എല്ലാവരോടും ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ താഴോട്ട് നിന്നെ ഇടുമെന്നും പറഞ്ഞ് അന്നേരം അവൻ ഇല്ല, ഞാൻ പറയത്തില്ല എന്ന് പറയുന്നു. ഷിഫ്രയോട് താഴോട്ട് ഇടാമെന്ന് ചോദിച്ചപ്പോഴത്തേനും അവള് താഴോട്ടിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ താഴോട്ട് കൊണ്ടുപോകും. അന്നേരത്തേനും വേണ്ട വേണ്ട അവനെ പൊക്കിക്കോ എന്ന് പറയും. അവനും ഞാൻ ഇനി ആരോടും പറയത്തില്ല എന്ന് പറയും. അതുകൊണ്ട് അവനെ അവരൊന്നും ചെയ്യാതെ വെറുതെ വിടുന്നു. ഇപ്പൊ ഇവരുടെ ഹാൽദി ഫംഗ്ഷനും ഹാപ്പി ആയിട്ട് നടക്കുന്നു. അടുത്ത ദിവസം മാരേജിന് വേണ്ടിയിട്ട് പെണ്ണിനെ എല്ലാരും റെഡി ആക്കിയിട്ട് ഞങ്ങളെ വിളിക്കുമ്പോ പുറത്ത് വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അവളെ റൂമിൽ ഇരുത്തിയിട്ട് പോകുന്നു. റൂമിൽ ആരും ഇല്ലാത്തത് കൊണ്ട് അവൾ ചാർജ് കണക്ട് ചെയ്യുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് പവർ ഷോർട്ട് സർക്യൂട്ട് ആയി അവളുടെ സിസ്റ്റം കറപ്റ്റ് ആകുന്നു. കല്യാണത്തിന് വന്ന ആന്റി ഹീറോയോട് നീ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവളെ കുറച്ച് ദിവസത്തിനല്ലേ എന്റെ അടുത്ത് നീ ചോദിച്ചത്, എന്നിട്ട് ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് പോലും അവളൊരു റോബോട്ടാന്ന് അറിയാതെ അവളെ നീ കല്യാണം കഴിക്കുന്നത് ശരിയാകൂലല്ലോ. എന്റെ 13 വർഷത്തെ ഹാർഡ് വർക്കാണ് അവൾ എനിക്ക്, നീ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. അതിന് ഹീറോ ആന്റി വിചാരിച്ച ഇതുപോലെ എത്ര റോബോട്ട് വേണേലും ഉണ്ടാക്കാം, പക്ഷേ ഷിഫ്രനെ എന്നെ കൊണ്ട് മറക്കാൻ കഴിയില്ല, അവളെ എനിക്ക് തരണം എന്ന് ചോദിക്കുന്നു. അവനിങ്ങനെ ഒത്തിരി ഫീൽ ആയിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് ആന്റി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. എന്നിട്ട് ഷിഫ്ര എണീറ്റ് റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോഴത്തേനും അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് ഓടി വന്ന് ഷിഫ്രയോട് സംസാരിക്കുന്നു. ഷിഫ്ര ആ കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നു. ആ കുഞ്ഞ് ഓടി ചെന്ന് ഹീറോയോട് പറയുന്നു. കല്യാണത്തിന് വന്ന ഒരു റിലേറ്റീവിനോട് ഷിഫ്ര വഴക്കുണ്ടാക്കുന്നത് കേട്ടിട്ട് ഹീറോ അങ്ങോട്ട് ഓടി ചെന്നപ്പോഴത്തേനും ഷിഫ്ര വേഗം ബാൽക്കണിയിലേക്ക് ചെന്നിട്ട് അന്ന് അവര് ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചില്ലായിരുന്നു. ആ ഓർമ്മയിൽ ബാൽക്കണിയിൽ വെച്ച് ഹീറോയുടെ ബ്രദറിനെ താഴോട്ടിടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേനും താഴെയുള്ളവരെല്ലാം അങ്ങനെ ചെയ്യരുത് ഷിഫ്ര എന്നും പറഞ്ഞ് ഒച്ച വെക്കുന്നു. പക്ഷെ അവൾ അതൊന്നും കേൾക്കാതെ താഴോട്ടിടുന്നു. അന്നൊരു ദിവസം ചേച്ചി പറഞ്ഞില്ലേ ഷിഫ്രയുടെ സൗന്ദര്യത്തിൽ ഡൽഹി മുഴുവനും കത്തിയെരിയുന്നു, അതുപോലെ അവൾ ഡൽഹി മുഴുവനും കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് ഒരു തീപ്പന്തം എടുത്തോണ്ട് പോകുന്നു. അത് കണ്ടിട്ട് ഹീറോ ഓടി വന്ന് അവളെ പിടിക്കുന്നു. പക്ഷെ ഹീറോയ്ക്കിട്ട് അവള് നല്ല അടി വെച്ചു കൊടുക്കുന്നു. വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹീറോയും അവക്കിട്ട് നല്ല അടി വെച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് അവൾ ഒരു റോബോയാണെന്നുള്ളത്. എത്ര ലവ് ഉണ്ടെങ്കിലും ഒരു റോബോയുടെ കൂടെ ഒരു ഹ്യൂമന് ജീവിക്കാൻ കഴിയത്തില്ലെന്നുള്ള കാര്യം ഹീറോയും മനസ്സിലാകുന്നു.